ഒരു കാലത്ത് ക്വില്ലിംഗ് വർക്ക് ഒരു ഹരമായിരുന്നു എനിക്ക്. ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. ഒന്നിനും സമയം ഉണ്ടാവില്ല. കുറച്ചൊന്നുമല്ല, നല്ല മെനക്കെടുള്ള പണിയാണ് ഈ ക്വില്ലിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ ചെയ്തങ്ങ് അവസാനിപ്പിച്ചാൽ അതിന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ ലെവലാണ്. കാരണം അത്ര ഭംഗിയുണ്ടാവും, വെറൈറ്റിയും ആയിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് ചെറിയൊരു ക്വില്ലിംഗ് വർക്കാണ്, ചെറിയൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ. ക്വില്ലിംഗ് ആർട്ട് ചെയ്യുന്ന സെറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സെറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുള്ളതാണ്. ക്വില്ലിംഗ് പേപ്പറിനൊക്കെ വളരെ കട്ടി കുറവാണ്. തുടക്കത്തിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കാനും മടക്കിയെടുക്കാനും ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഒരുപാട് ചെയ്യുമ്പം മടുപ്പ് വരും. ഇന്ന് ചെയ്യുന്ന പണിയായതുകൊണ്ട് തന്നെ ഓരോടെ പണി തീരുകയും ചെയ്യും. എന്നാലും ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. ഫ്ലവേഴ്സ് മാത്രമല്ല, നമുക്ക് നെയിം ബോർഡായിട്ടും ഇതുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ട് എനിക്ക് 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയായി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ വീഡിയോസ് ഇടാം. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പം പല ഗിഫ്റ്റുകളായിരിക്കില്ലേ വാങ്ങുക. അതിനു പകരം ഈ ക്വില്ലിംഗ് പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നെയിം ആർട്ട് ചെയ്ത് കൊടുക്കാം. നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. കാരണം ഇതൊരു വെറൈറ്റിയാണ്. എവിടെയും കാണാത്ത രീതിയിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ അടുത്താണ് കേട്ടോ ഇതിനെപ്പറ്റി അറിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ മുന്നേ അറിയായിരിക്കും ഇങ്ങനൊരു ആർട്ട് ഉണ്ട് എന്നുള്ളത്. ഒരു കാലത്ത് നമ്മൾ ഈ പേപ്പർ ഉപയോഗിച്ച് കമ്മലും മാലയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ട്രെൻഡിങ് ആയ ഐറ്റമായിരുന്നു ഈ ക്വില്ലിംഗ് പേപ്പർ എന്ന് വെച്ചാൽ. അടുത്തുള്ള ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അടുത്തുള്ള കടകളിലൊക്കെ ചോദിച്ചപ്പോൾ ക്വില്ലിംഗ് പേപ്പേഴ്സ് എന്താണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ ഞാനാ പറഞ്ഞു കൊടുത്തത്, പണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കുന്ന പേപ്പറില്ലേ, ഓ അതായിരുന്നു എന്ന് ഇങ്ങോട്ടും. ഇതിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സെറ്റോട് കൂടെ കിട്ടും കേട്ടോ. ഈ വർക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ നെയിമൊക്കെ വെച്ച് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ പൂവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലീഫ് തയ്യാറാക്കുകയാണ്. പശയിൽ മുക്കിയിട്ടാണ് ഞാനിത് ഒട്ടിക്കുന്നത്. അല്ലാതെ ഈ പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് പശ തേക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 2 ഭാഗത്തെ ലീഫും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയൊരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.